ഹലോ, ഇന്ന് നമുക്ക് 18 എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു മാഫിയ അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരുടെ കയ്യിൽ പെട്ടുപോകുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള 7 പെൺകുട്ടികൾ. അവരവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കേരളത്തിൽ 3 ഫ്രണ്ട്സ് ഒരു കാട്ടിലൂടെ ട്രിപ്പിന് പോവുകയായിരുന്നു. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പോകും വഴിയിൽ ഒരു വാനാണെങ്കിൽ അവരുടെ ജീപ്പിലിടിക്കും. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വാൻ ഓടിച്ചിരുന്നവനോട് പ്രശ്നമുണ്ടാക്കാൻ പോകുമ്പോഴോ അതിലുള്ളവർ അവനെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് പേടിച്ച് മറ്റു 2 പേരും ഇറങ്ങി ഓടുമ്പോൾ വാനിലുണ്ടായിരുന്ന ഗ്യാങ് അവരെ ഫോളോ ചെയ്ത് പയ്യനെ കൊന്ന് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു. മറ്റൊരു വശത്ത് 2 ടീച്ചേഴ്സും സ്കൂൾ കുട്ടികളായ 6 പെൺകുട്ടികളും ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുവാനായി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവർ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലായ വിവരം അറിയുന്നത്. വേറെ വഴിയില്ലാതെ അവരൊരു ബസ് വഴി പോകുവാനായും തീരുമാനിക്കും. അവരുടെ കൂടെ ബാംഗ്ലൂർ പോകുവാനായി മായ എന്നൊരു പെൺകുട്ടിയും ചേരുന്നു. യാത്ര ആരംഭിച്ചപ്പോൾ മായയെ ആ 6 പെൺകുട്ടികളും വലിയ മൈൻഡ് ഒന്നും ചെയ്യില്ല. അവർ പോയത് കാടിനുള്ളിൽ ആ ജീപ്പുകാർ പോയ വഴിയിലൂടെയായിരുന്നു. റോഡിൽ വാനും ജീപ്പും കിടക്കുന്നത് കാണുന്ന ബസ് ഡ്രൈവർ ആണെങ്കിലോ ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു പെൺകുട്ടിയെ വാനിനുള്ളിലിട്ട് റേപ്പ് ചെയ്യുന്ന കാഴ്ചയാണ്. ഡ്രൈവർ ബഹളമുണ്ടാക്കുമ്പോൾ വാനിലുള്ളവർ ഇറങ്ങി ഡ്രൈവറിനെ കൊന്നിട്ട് മാസ്ക് ഒക്കെ ധരിച്ച് ബസ്സിനുള്ളിൽ കയറും. അതിൽ 7 പെൺകുട്ടികളെ കാണുന്ന അവർക്ക് ഒരുപാട് സന്തോഷം. ആ 7 പെൺകുട്ടികളിൽ ഒന്ന് ചെറിയ കുട്ടിയായിരുന്നു. അതുപോലും അവന്മാർ ചിന്തിച്ചതേയില്ല. അവരാ ബസ് കടത്തിക്കൊണ്ടുപോയി. ആ വിവരമറിഞ്ഞ കമ്മീഷണർ കേസിനെ വലിയ കാര്യമായി എടുക്കാത്തത് കാണുന്ന ഒരു പോലീസുകാരൻ പ്രശ്നമുണ്ടാക്കുകയാണ്. കാരണം ആ പോലീസുകാരന്റെ മകൾ ആ ഒരു ബസ്സിലുണ്ട്. ആ കൊച്ചുകുട്ടി ആ ഒരു ഓഫീസറിന്റെ മകളാണ്. അങ്ങനെ ആ കമ്മീഷണർ ആണെങ്കിലോ എത്രയും വേഗം അവരെ കണ്ടെത്തുവാനായി ഉത്തരവിടും. ആ ബസ്സിൽ GPS ഘടിപ്പിച്ചതിനാൽ ലാസ്റ്റ് ആ ബസ് കടന്നുപോയ ലൊക്കേഷൻ പോലീസ് കണ്ടുപിടിക്കും. മറ്റൊരു വശത്ത് ബസ് കടന്നു പോകും വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ 3 പോലീസുകാരുണ്ട്. പിടിക്കപ്പെടുമെന്നവർ കരുതി. പക്ഷേ കൂട്ടത്തിലുള്ള ഒരു അധ്യാപകനെ കൊണ്ട് പോലീസിനോട് ടൂർ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് കൈക്കൂലി കൊടുത്ത് അനുമതി വാങ്ങിയില്ലെങ്കിൽ കൂട്ടത്തിലെ ആ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ സാറിനൊപ്പം സംഘത്തിലെ അലക്സ് എന്നൊരാളും പോലീസിനടുത്തേക്ക് പോകും. അലക്സ് അവിടെ മുഴുവൻ CCTV ഉണ്ടെന്ന് തിരിച്ചറിയുകയാണ്. പറഞ്ഞതുപോലെ തന്നെ കാശും കൊടുത്ത് അവർ എസ്കേപ്പ് ആകുവാൻ നോക്കും. ബസ് പോയി കഴിഞ്ഞതും കമ്മീഷണറിന്റെ കോൾ വരികയാണ്. 7 പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയ ബസ്സാണ് അതുവഴി പോയത്. ഉടനെ തന്നെ അതിന് പിടികൂടണമെന്നും പറയും. പക്ഷേ ബസ് പോയി കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ കമ്മീഷണർ ആണെങ്കിലോ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് അവരെ പിടികൂടുവാനായി കുറച്ച് ഫോഴ്സിനെ അയക്കുന്നു. അവർ ചെക്ക് പോസ്റ്റിൽ ഗണ്ണുമായി വെയിറ്റ് ചെയ്യുകയാണ്. ബസ് ചെക്ക് പോസ്റ്റിൽ എത്താറായപ്പോൾ ആ ഗ്യാങ് സാറിനെ വീണ്ടും അയക്കും. സാറ് പോലീസിനോട് പ്രശ്നമാക്കരുത്, കുട്ടിയുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞിട്ടും പോലീസ് കേൾക്കില്ല. അപ്പോൾ ഒരാൾ കുട്ടിയുടെ തലയിൽ തോക്കും ചൂണ്ടി പുറത്തേക്കിറങ്ങും. ആ സാറിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് പോലീസ് ഒന്ന് ഭയപ്പെടുമെന്ന് മനസ്സിലായപ്പോഴോ ബസ്സുമായി അവർ പോകും. അവർ പോകും വഴിയിൽ തന്നെ അതിലുള്ള ടീച്ചർ എന്നെ മാത്രം ഒന്ന് വഴിയിലിറക്കി വിട്ടൂടെ, എനിക്ക് രക്ഷപ്പെടണം എന്നൊക്കെ ചോദിച്ച് കരയുമ്പോഴോ ആ ഗ്യാങ് ടീച്ചറിനെ പുറത്തേക്ക് തള്ളിവിടുന്നു. ടീച്ചർ റോഡിലേക്ക് വീഴും. അതിനുശേഷം അവർ ബസ്സുമായി കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ GPS അവർ കണ്ടെത്തുകയാണ്. എന്നിട്ടവർ ബസ്സിൽ നിന്നും അതെടുത്ത് മാറ്റും. ബസ് കാടിനുള്ളിൽ പാർക്ക് ചെയ്ത ശേഷം ഓരോ പെൺകുട്ടികളുടെയും വീഡിയോ ഷൂട്ട് ചെയ്യുവാനായും തുടങ്ങി. ഒരു ബിസിനസ്സുകാരനെ അയക്കുകയും ചെയ്യും. അവർ 2 കോടി രൂപയ്ക്ക് പെൺകുട്ടികളെ വിൽക്കുവാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ ഡീല് സംസാരിക്കുവാനായി ഗ്യാങ്ങിന്റെ നേതാവ് പോകും. അതുവരെ ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു പോകാതെ നോക്കുവാനായും പറഞ്ഞിരുന്നു. തലവൻ പോയി കഴിഞ്ഞ സമയം ബസ് കാടിനുള്ളിൽ ഒളിപ്പിച്ച അവസ്ഥയിലുമായിരുന്നു. എന്നാൽ അതുവഴി പോയ പോലീസ് ഒരു ഘട്ടത്തിൽ ബസ് കാണും. 3 പോലീസുകാർ ബസ്സിൽ പ്രവേശിക്കുമ്പോൾ ആ ഗ്യാങ് 3 പേരെയും കൊല്ലും. ആ ഗ്യാപ്പിലായിരുന്നു ബസ്സിലെ എമർജൻസി എക്സിറ്റ് വഴി ആ പെൺകുട്ടികളെല്ലാം രക്ഷപ്പെട്ട് ഓടിപ്പോയതും. മായയുടെ നേതൃത്വത്തിലാണ് അവർ പോകുന്നത്. ഗ്യാങ് അവരെ പിന്തുടർന്നു. ഒരു പെൺകുട്ടി അവരുടെ കയ്യിൽ അകപ്പെടും. അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ചത്താലും ജീവിച്ചാലും ഒരുമിച്ചെന്നവർ തീരുമാനിച്ച് മായയും കൂട്ടരും അവർക്ക് മുന്നിലേക്ക് സറണ്ടർ ആവും. അവരെ നേരെ കാടിനുള്ളിലെ ഒരു ഒഴിഞ്ഞ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് ചെയ്തത്. മായയ്ക്ക് ഡയബറ്റിക്സിന്റെ അസുഖമുള്ളതിനാൽ ഒരു മെഷീൻ അവളുടെ ദേഹത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതാ ഗ്യാങ് വാങ്ങി പൊട്ടിച്ച് കളയുകയാണ്. അതോടെ മായയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനായും തുടങ്ങി. മാത്രവുമല്ല, മായ രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ചെറിയ വഴി അവൾ കാണും. അതുവഴി അവൾ കടക്കുകയാണ്. പോകും വഴിയിൽ ആ ഗ്യാങ് 2 കോടി രൂപയ്ക്ക് 7 പേരെയും വിൽക്കുവാൻ പോകുന്ന കാര്യം മായ അറിയുകയാണ്. അവളാണെങ്കിലോ എക്സിറ്റ് കണ്ടെത്തിയ കാര്യം മറ്റുള്ളവരോട് വന്ന് പറയും. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയെ അലക്സ് കൊണ്ടുപോയി.
അവളെ അവൻ റേപ്പ് ചെയ്യുവാനായി ശ്രമിക്കുകയാണ്. അതേസമയമായിരുന്നു അലക്സിന്റെ CCTVയിൽ പതിഞ്ഞ മുഖം പോലീസിന് കിട്ടിയതും. അലക്സ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ മറ്റ് കേസുകളിൽ പ്രതിയായവരാണ് കൂടെയുള്ളതെന്നും പോലീസിന് മനസ്സിലാകും. മറ്റൊരു വശത്ത് മായയാണെങ്കിലും താൻ കണ്ടെത്തിയ വഴിയിലൂടെ അലക്സിനടുത്തെത്തി അവളെ വെറുതെ വിട്, എന്നെ എന്ത് വേണോ ചെയ്തോ എന്ന് പറയും. അത് കേട്ടതും അവൻ ആ പെൺകുട്ടിയെ വെറുതെ വിട്ടിട്ട് മായയെ റേപ്പ് ചെയ്യാനായി പോകും. എന്നാൽ മായയാണെങ്കിലും അവനെ നന്നായി തല്ലുകയാണ്. അതിനുശേഷം അവൾ ആ പെൺകുട്ടികളെയും കൂട്ടി ഫാക്ടറിയിൽ നിന്നും വെളിയിലേക്ക് വന്ന് രക്ഷപ്പെടുകയാണ്. തിരികെ ഫാക്ടറിയിലെത്തിയ തലവനാണെങ്കിലും പെൺകുട്ടികൾ രക്ഷപ്പെട്ട കാര്യം അറിയും. അവർ പോയ വഴി മനസ്സിലാക്കിയ തലവൻ പിന്നാലെ പോവുകയാണ്. കൂട്ടാളികളുമുണ്ട്. ഒരു ഘട്ടത്തിൽ കൂട്ടാളികൾ അവരെ പിടികൂടി. ആര് രക്ഷപ്പെടാൻ നോക്കിയാലും കൊന്നു കളയുവാനായിരുന്നു അവരുടെ തലവൻ പറഞ്ഞതും. അവരുടെ ഡെഡ് ബോഡി വിറ്റിട്ടായാലും കാശൊപ്പിക്കണമെന്ന് തലവൻ പറയുകയാണ്. പെൺകുട്ടികളെ അവർ പിടികൂടുമ്പോൾ ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ തോക്ക് കിട്ടും. അവൾ വെടിവെക്കുവാനായി നോക്കുമ്പോൾ പറ്റുന്നില്ല, കാരണം അതൊരു കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ എവിടെ നിന്നോ വെടിയുണ്ടകൾ പാഞ്ഞു വരുന്നു. കൂട്ടാളികൾ മരണപ്പെട്ടു. അത് കമ്മീഷണറും പോലീസുകാരും എത്തിയതായിരുന്നു. മറ്റു പോലീസുകാർ ഒരു പുഴക്കരയിൽ വെച്ച് തലവനെ എൻകൗണ്ടർ ചെയ്തു. പെൺകുട്ടികളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. എല്ലാവരുടെയും പാരൻസും സംഭവ സ്ഥലത്തെത്തി. ആ പോലീസ് ഓഫീസറിന് തന്റെ മകളെയും കിട്ടും. മായയാണെങ്കിലോ കമ്മീഷണറിന്റെ മകളായിരുന്നു. അത് കാണുന്ന ആ ഒരു പോലീസ് മുൻപ് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരുന്നതോർത്ത് വിഷമിക്കുകയാണ്. മായയും കൂട്ടി അച്ഛൻ കാറിൽ പോകുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. പുഴക്കരയിൽ വെച്ച് ഒരു പോലീസ് തലവനെ എൻകൗണ്ടർ ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അത് തലവനല്ല, ആ ഒരു പോലീസായിരുന്നു മരണപ്പെട്ടത്. എന്നാൽ തലവൻ എവിടെ എന്ന സംശയം കമ്മീഷണറിനുണ്ടാവുകയാണ്. തലവൻ വേറെ എങ്ങും പോയിട്ടില്ല, കമ്മീഷണറുടെ കാർ ഓടിക്കുന്നത് അവൻ തന്നെയായിരുന്നു. രണ്ടാം പാർട്ടിനുള്ള സൂചന നൽകിക്കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.